ഇപ്പോൾ CSK വേഴ്സസ് RR ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ IPL മുമ്പ് നടന്ന ഏറ്റവും വലിയ 2 ട്രേഡ് ഡീലുള്ള ടീമുകൾ തമ്മിൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് CSKക്കെതിരെ ജഡേജ ഇറങ്ങുന്നു, മറുവശത്ത് രാജസ്ഥാൻ്റെ നായകനായിരുന്ന സഞ്ജു ഇപ്പുറത്ത് കളിക്കുന്നു. ഹോം മത്സരം അത് രാജസ്ഥാന് കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും CSKയിലേക്ക് എല്ലാവരും നോക്കുന്ന 2 പേരുകളുണ്ട്. ഒന്ന് സഞ്ജു സാംസണാണ്, മറുവശത്ത് 2 യുവ താരങ്ങളുണ്ട്. ഇപ്പോൾ കാർത്തിക് ശർമ്മ ആയാലും അതുപോലെ തന്നെ പ്രശാന്ത് വീർ ആയാലും ഈ ഒരു 14.5 കോടിക്ക് അല്ലെങ്കിൽ 14 കോടിക്ക് മുകളിൽ എന്തുകൊണ്ട് ഇവർ വിലയിരുത്തുന്നത്. ഇപ്പം CSKയുടെ ഒരു ബാറ്റിംഗ് ഓർഡറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര യൂത്തും എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള താരങ്ങളുടെ ഒരു മിക്സ്ചറാണ്. ഈ ഒരു ബാറ്റിംഗ് സ്ക്വാഡ് എത്രത്തോളം ഈ സീസണിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും? കാരണം പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തിൽ CSKയുടെ ബാറ്റിംഗ് ഓർഡർ ആയിരുന്നു CSKയ്ക്ക് ഒരു തലവേദന. അമ്പയെ പരാജയം എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് സ്റ്റാർ പ്ലേയേഴ്സ് ഉള്ള ഒരു സ്ക്വാഡായിരുന്നു. ഇപ്പം ഡെവൻ കോൺവോയും രജിൻ രവീന്ദ്രയും പോലുള്ള ന്യൂസിലാൻഡിൻ്റെ നല്ല ബാറ്റിംഗ് ഓപ്ഷൻസ് സ്ക്വാഡിലുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. അവസാന മത്സരങ്ങളിലേക്ക് വരുമ്പം ബ്രവിസിനെ പോലെ, ആയുഷ് മാത്രയെ പോലെ, ഷെയ്ഖ് റഷീദിനെ പോലുള്ള താരങ്ങളൊക്കെ വന്ന് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോയൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. നേരെ കുറച്ച് ഇപ്പോഴേക്ക് വരുമ്പം സഞ്ജു സാംസൺ ഉണ്ട്, ആയുഷ് മാത്രേ, ഗെയ്ക്വാഡ്, ബ്രവിസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ബാറ്റിംഗ് സ്ക്വാഡ് എത്രത്തോളം സ്ട്രോങ് ആണ്? സ്ട്രോങ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, പരീക്ഷണം കൂടിയാണ്. അവർ എന്താ പറയുക, ഒരു അപ്ഡേഷന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ നമുക്കറിയാം, ചെന്നൈ പറഞ്ഞ പോലെ ഒരു കോർ ടീമിനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടീമാണ് ചെന്നൈ എന്ന് പറയുന്നത്. 2008 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കാലത്തും അതിലൊരു കോർ പ്ലേയേഴ്സ് ഉണ്ടാവും, അതിലേക്ക് ഇങ്ങനെ ആഡിഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ധോണി, റെയ്ന, അശ്വിന്, ജഡേജ, അങ്ങനെ നീണ്ടുപോകുന്ന ആളാണ്. അതിൽ ഫസ്റ്റ് കുറേ കാലം സുബ്രഹ്മണ്യം, ബദ്രീനാഥ്, മൻപ്രീത് കോണി, അതെ, അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു. പിന്നീട് മുരളി വിജയ്, മൈക്ക് ഹസി വന്നു, പിന്നെ കുറച്ച് കാലം ഷെയ്ൻ വാട്സൺ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആളുകളിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ബാക്കിയൊക്കെ കോർ ടീമായിരിക്കും. അശ്വിനെ ഞാൻ വിട്ടുപോയി, അങ്ങനെ കോർ ടീം. അതെ, ഇപ്പോൾ ഇതിൽ അവസാനത്തെ ആ ഒരു കണ്ണിയായിട്ട് ഇനിയിപ്പോൾ ആരുള്ളത്? ധോണി മാത്രമേ ഉള്ളൂ. അവസാനത്തെ അതിന് മുന്നത്തെ ആളായിരുന്നു ജഡേജയും പോയി, അശ്വിൻ റിട്ടയർഡ് ആയും ചെയ്യും. അപ്പോൾ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈനെ കുറിച്ച് പിന്നെ ഭയങ്കര ആക്ഷേപം ഉണ്ടായിരുന്നു. ചെന്നൈ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പിന്നെ ക്രിക്കറ്റാണ് കളിക്കുന്നത് എന്നുള്ളത് 2 സീസണിലായിട്ട് ഭയങ്കരമായ ആക്ഷേപം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഡിസ്കഷനിൽ പറഞ്ഞു ഭയങ്കര ആളുകൾ ഭയങ്കര ഷൗട്ടൊക്കെ ചെയ്തിരുന്നു. ചെന്നൈ 200 എത്രയോ അടിച്ച ടീമാണ്. ഞാൻ അന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പോയ 2 സീസണുകളിൽ ചെന്നൈ അങ്ങനെ അല്ലായിരുന്നു. നമുക്കറിയാം, പവർ പ്ലേയിലൊക്കെ ഏറ്റവും കുറഞ്ഞ സ്കോർ എടുക്കുന്ന ടീമായിരുന്നു ചെന്നൈ എന്ന് പറയുന്നത്. അത് അവർ പറ്റിയത് സംബന്ധിച്ചാൽ ഒരു 2020-21 കപ്പ് നേടിയതിനു ശേഷം പിന്നീട് ഡെവൻ കോൺവോയൊക്കെ പോലുള്ള ഒരുപാട് താരങ്ങൾ അവർ ഭയങ്കര പ്രതീക്ഷ വെച്ചു. അതൊരു സീസൺ സക്സസ് ആയിരുന്നു. 2023 അതെ സക്സസ് ആയിരുന്നു. പക്ഷേ ഇതേ ടീമിനെ വെച്ച് 2024 ഇവർ ഔട്ട്ഡേറ്റഡ് ആയി. SRH ഒക്കെ അടിച്ച് തകർക്കുമ്പോൾ ഇവർ ഈ ഒരു അതെ ഒരു ലെവലിലേക്ക് അപ്പുറം ഉയർത്താൻ പറ്റാത്ത താരങ്ങളായിരുന്നു ഈ പിന്നെ ഡെവൻ കോൺവേ ആയാലും രജിൻ രവീന്ദ്ര ആയാലും പിന്നെ ത്രിപാഠി ആയാലൊക്കെ. ഒരു 180 ഒക്കെ പോവാം, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ടീമായിരുന്നു. പക്ഷേ ഈ വർഷം അവർ കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ സഞ്ജു സാംസൺ പോലും ആ ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ആദ്യ പന്ത് മുതൽ അഗ്രസീവായിട്ട് അടിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയായിരിക്കും ഓപ്പണിംഗ് കൂട്ടിട്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ആയുഷ് മാത്രയെ വരും, ആയുഷ് മാത്രയെ പ്ലസ് സഞ്ജു ഋതുരാജ് ഉണ്ടോണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഋതുരാജ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാനും സഞ്ജുവായിരിക്കും ഓപ്പണിംഗ് ഇതിൽ ഇന്നലെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഓപ്പണിംഗ് ഒരു എക്സ്പ്ലോസീവ് ഷാട്ട് തന്നെ ആയിരിക്കും സഞ്ജുവിൻ്റെ റോള്. ഋതുരാജിക്ക് ഒന്ന് കുറച്ചുകൂടിയും ഒരു അങ്കറിംഗ് റോളിനൊക്കെ ആയിരിക്കും, ഒരു ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ആയുഷ് മാത്രയാണ് 3ാം നമ്പറിൽ. ആയുഷ് മാത്രം നമുക്കറിയാം ഭയങ്കര ഫോമിലാണുള്ളത്. അദ്ദേഹം അണ്ടർ-19 വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ ആയിരുന്നു. ഭയങ്കര ഫോമിലാണ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് ഇന്ത്യയുടെ ഒരു അടുത്ത സൂപ്പർ സ്റ്റാറുകളിലേക്ക് പറയുന്നൊരു പേരാണ്. പിന്നെയും ഒരുപാട് പ്ലേസ് ഇപ്പോൾ ഡെവാൾഡ് ബ്രേവിസ് ആണ് ഒരു ചെന്നൈക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു പരിക്കിന് പകരം റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്നു. പിന്നീട് സ്ക്വാഡിൽ അവർ കേസൊക്കെ നടത്തിയിട്ടാണ് ടീമിൽ നിലനിർത്തുന്നത് താരത്തെ. വർത്തമാന ക്രിക്കറ്റിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന പേരാണ്. കാരണം അത്രയും ഷോർട്ട് സെലക്ഷൻ കയ്യിലുള്ള ആളാണ് അദ്ദേഹം. കുറച്ചു കാലം വരുന്ന സമയത്ത് തന്നെ ബേബി ABD എന്നൊക്കെ ഒന്ന് മുംബൈയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് കേൾക്കാതായ ഒരു പേരായിരുന്നു. പക്ഷേ വീണ്ടും കംബാക്കാണ്. സൗത്ത് ആഫ്രിക്കയിലും ഒരു മെയിൻ പ്ലെയറായിട്ട് തന്നെ ഈ ഡെവൽഡ് ബേസ് ഉണ്ട്. ഒരു പ്രോപ്പർ T20 ബാറ്ററാണ്. പല രീതിയിലുള്ള ഷോട്ടുകളൊക്കെ കൈവശമുള്ള ആളാണ്. പിന്നെ ഫിനിഷിങ് ചെയ്യാൻ ശിവൻ ദുബെയുള്ള പോലുള്ള ആളുകളുണ്ട്. MS ധോണിക്ക് വന്ന് ഏറ്റവും ആ ലൈനപ്പിന് ഏറ്റവും അവസാനത്തിലായിരിക്കും ബാറ്റ് ചെയ്യാൻ വരികയെന്ന് ഉറപ്പാണ്. പിന്നീട് ഈ 2 യൂത്ത് താരങ്ങളുണ്ട്, പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. 2 പേരും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരാൾ ഭയങ്കര വിക്കറ്റ് കീപ്പിംഗ് പ്ലസ് ഉള്ള ആളാണ്, ഒരാൾ ജഡേജയ്ക്ക് പകരം അതെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ മികച്ചതാണ്. മാത്രമല്ല ലോങ് ടൈം ആണ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാകുമെന്ന് കണ്ടറിയണം. പക്ഷേ ഈ ലൈനപ്പിൽ മിസ്സിംഗ് ഉള്ള ഒരാൾ സർഫറാസ് ഖാനാണ്. സർഫറാസ് ഖാനെ ആരും പ്രഡിക്റ്റഡ് ലൈനപ്പെടുമ്പോൾ സർഫറാസ് ഖാനെ കാണുന്നില്ല. പക്ഷേ സർഫറാസ് ഖാൻ ഈ പറഞ്ഞ പോലെ ഒരു കംബാക്കിനൊക്കെ ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുന്നൊരു ബാറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ CSKയുടെ നമ്മളൊരു ബാറ്റിംഗ് ലൈനപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ധോണിയുടെ പൊസിഷൻ ഏത് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും സഞ്ജുവുമായിരിക്കും ഓപ്പൺ ചെയ്യാന്നുള്ള ഋതുരാജ് പറഞ്ഞത്.
ധോണി ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിനെയും ബോളേഴ്സിനെ പോലും ഒരുപക്ഷെ മുന്നോട്ടേക്ക് കയറ്റിവിട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ CSKയുടെ ഇലവനിൽ നമുക്ക് ധോണിയൊക്കൊപ്പം എപ്പോഴും നിന്നീൻ്റെ ഒരാളാണ് ജഡേജ എന്നുള്ളത്. അപ്പോൾ ജഡേജ ഇപ്പോൾ നേരെ രാജസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജഡേജയുടെ വരവ് ഈ രാജസ്ഥാൻ്റെ സ്ക്വാഡിന് ഒരു ക്യാപ്റ്റൻ എന്ന റോളിലല്ലെങ്കിലും സഞ്ജു പോയ ഒരു പകരത്തിൽ ആ ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ടീമിന് ആ ഒരു എനർജി കൊടുക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ആവാൻ സാധ്യതയുണ്ടോ ജഡേജയുടെ നമ്മൾ പെർഫോമൻസ് ഇപ്പോൾ ഇത്രയും കാലത്തെ നമ്മൾ IPL ചരിത്രം പരിശോധിച്ചാൽ ജഡേജ എപ്പോഴും ഒരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ബാറ്റ് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബൗളിങ്. പ്രത്യേകിച്ച് അവസാനം CSK കപ്പടിച്ചത് പോലും ജഡേജയുടെ ഒരു ബാറ്റിംഗ് മികവിലാണ്. അപ്പോൾ അത്തരത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും ഫോമിലേക്ക് ഉയരുന്ന ഒരു കളിക്കാരനാണ്. പ്രത്യേകിച്ച് ഈ RRനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സ്പിന്നർമാർ 2 സ്പിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അശ്വിനും പിന്നെ ചഹലും, UC ചഹലും. അപ്പോൾ ഈ 2 ഓപ്ഷൻ അവർക്ക് മിസ്സായതിനു ശേഷം അവർ സ്പിന്നിൽ വേണ്ടത്ര രീതിയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു തിരിച്ചു അത് മാറ്റിയെടുക്കണമെന്ന്, പ്രത്യേകിച്ച് അവരുടെ ഹോം ഗ്രൗണ്ടിലടക്കം സ്പിന്നിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ജഡേജയെ വെച്ചിട്ട് ജഡേജയുടെ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തി ഒരു മധ്യ ഓവറുകളിൽ ഒരു തിരിച്ചുവരവ് നടത്തുക എന്നുള്ള രീതിയിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ജഡേജ. അപ്പോൾ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തിയ ഒരു മാറ്റം തന്നെയാണ് ഇപ്രാവശ്യം RR ലക്ഷ്യമിട്ടത്. അതാണ് സഞ്ജുവിനെ പോലൊരു പ്ലെയറിന് കൊടുത്ത് അവർ ആവശ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ ഒന്ന് ജഡേജ തന്നെയായിരുന്നു. ജഡേജയെ കിട്ടിയാൽ സഞ്ജുവിനെ തരാമെന്നുള്ള രീതിയിൽ അവർ ഒരു നിലപാടെടുക്കാൻ കാരണം തന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് ശക്തിപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനിഷിങ്ങിൽ ഒരു ഓപ്ഷനാണ്, ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാനാണ്. പ്രത്യേകിച്ച് ഏത് പൊസിഷനിലും കളിക്കും, എങ്ങനെ വേണം ഫിനിഷിങ്ങിന് പറ്റിയൊരു പ്ലെയറാണ്. അപ്പോൾ ആ രീതിയിൽ ജഡേജയെ ഉപയോഗപ്പെടുത്താനും നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാന് കഴിയുന്നതാണ്. അല്ലെങ്കിൽ ജഡേജക്ക് നമ്മൾ എന്തൊക്കെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജഡേജൻ്റെ ഉള്ളിലുണ്ടാവും ഒരു പെർഫോം ചെയ്യണം എന്നുണ്ടാവും ചെന്നൈയിൽ വന്നിട്ട്. കാരണം ചെന്നൈയിൽ ഇത്രയും കാലം വർക്ക് ചെയ്ത ഒരാൾ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ എന്തായാലും ഉണ്ടാവും. പിന്നെ രാജസ്ഥാനിലാണല്ലോ ജഡേജ 2008 ജഡേജ തുടങ്ങുന്നത് അതാണ്. അണ്ടർ-19 വേൾഡ് കപ്പ് ജയിച്ച ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ജഡേജ 2009 പിന്നീട് മുംബൈയുമായിട്ടൊരു പിന്നിലൂടെ ഡീൽ നടത്തിയിട്ട് പുറത്ത് ഒരു പിന്നീട് കൊച്ചി ടെസ്റ്റ് വന്ന് വീണ്ടും പിന്നെയാണ് ചെന്നൈയിലെത്തി അവിടെ സ്ഥിരമാകുന്നത് ജഡേജ. അങ്ങനെയാണ്. പിന്നെ ഈ ചെന്നൈയുടെ ബൗളിംഗ് ലൈനപ്പ് ആണ് പിന്നെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഒരു രേസൽവുഡ് ഒക്കെ പോലെയുള്ള ഒരാളില്ല. അവർ കണ്ടിരുന്നത് നഥാൻ എല്ലിസ് ആയിരുന്നു. നഥാൻ എല്ലിസ് നല്ല ഓപ്ഷനായിരുന്നു. ഡെത്തോറൊക്കെ എറിയുന്ന ഡെത്തിൽ യോർക്കറൊക്കെ എറിയാൻ പറ്റുന്ന ആളാണ്. പക്ഷെ നഥാൻ എല്ലിസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെന്നൈയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാറ്റിങ്ങിൽ പിന്നെ ആകെ ഒരു വിദേശ പ്ലെയറെ ഉപയോഗിക്കാൻ പറ്റുമോ, ഡെവാൾഡ് ബ്രൈസ് ആണ്. മറ്റൊരാളെ ഇറക്കാൻ നിലവിൽ സാധ്യതയില്ല. അപ്പോൾ 3 ഓവർസീസ് ബോളർമാരെ ബോളിങ്ങിലായിരിക്കും ഉപയോഗപ്പെടുത്തുക. ഒന്ന് നൂർ അഹമ്മദ് ഉണ്ട്, മാറ്റി ഹെൻറി ഉണ്ട്. മാറ്റി ഹെൻറി ന്യൂ ബോൾ ബോളർ ആണ്. അതേസമയം നഥാൻ എല്ലിസ് എന്താ പറയുക ടീമിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ. പക്ഷേ എത്രത്തോളം ആളെ യൂസ് ചെയ്യുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് IPL സീസണുകൾ പരീക്ഷ നോക്കുകയാണെങ്കിൽ എല്ലിസുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. സ്പെൻസറിന് ഏകദേശം 8ന്റെ മുകളിലാണ് എക്കണോമി ഉള്ളത്. പിന്നെ ജാമിയ ഓവർട്ടണിന് ഒരു ബാറ്റിംഗ് ഓപ്ഷനും കൂടിയായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന താരമാണ്. ഡീപ്പിൽ കുറച്ചുകൂടി ബാറ്റിംഗ് കിട്ടും. ഫിനിഷിംഗിൽ മദീഷ പതിരനെ വിട്ട് കളഞ്ഞിട്ടുള്ള ആ ഒരു സ്ലോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. പ്രോപ്പർ പേസർ അഭാവമുണ്ട്. കാരണം 3 ഓവർസീസ് സ്പോട്ട് ഒന്നും കൊടുക്കാൻ മാത്രം ടാലന്റ് ഉള്ളവരല്ല എന്നുള്ള ഒരു സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോളിംഗിലേക്ക് നോക്കുമ്പോൾ ഇപ്പം മാറ്റ് ഹെൻറി, അതുപോലെ തന്നെ സാക് ഫോക്ലിസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസിലാൻഡിന്റെ ബോളർ മറ്റൊരാളുണ്ട്. ജാമി ഓവർട്ടൺ ആണുള്ളത്. പിന്നെ നൂർ അഹമ്മദ് എന്തായാലും കൺഫേംഡ് ആയിട്ടുള്ള സ്പോട്ടാണ്. പിന്നെ ചെപ്പാക്കിന്റെ പിച്ച് ആണെങ്കിൽ ഒരു പക്ഷേ അക്കേലോസേനെ പോലുള്ള അക്കേലോസേനെ പരിഗണിച്ചേക്കാം. കാരണം അതും ഒരു ബാറ്റിംഗ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു താരമാണ്. പവർ പ്ലേയിൽ സ്പിന്നർ ചെയ്യാൻ പറ്റിയ CSK എപ്പോഴും പരിചയമുള്ളത്. കാരണം CSKയുടെ ഫ്രാഞ്ചൈസിയിൽ തന്നെ കളിക്കുന്ന ഒരു താരം കൂടിയാണ് അക്കേല്. ഖലീൽ അഹമ്മദിന്റെ ബേസിൽ ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ ഇന്ത്യൻ നിര ഏകദേശം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു പേസ്മാരുണ്ട്. ഇപ്പോൾ കലീലുണ്ട്, അൻഷുൽ കമ്പോജ്, മുകേഷ് ചൗധരി പോലുള്ള താരങ്ങളുണ്ട്. ബോളിംഗിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രേയസ് ഗോപാൽ ഉണ്ട്. അതുപോലെ തന്നെ സ്പിന്നും പേസൊക്കെ ഇന്ത്യൻ നിരയിൽ CSKയുടെ ബോളിംഗ് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും വിദേശ താരങ്ങൾക്കാണ് ഒരു ആരെ ഇറക്കണം, എങ്ങനെ പരീക്ഷിക്കണം എന്നുള്ളത്. അതൊരു പക്ഷേ ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കും ചെന്നൈയുടെ ഈ ഒരു ബാറ്റിംഗ്. നമ്മൾ SRHനൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബാറ്റിംഗ് ഉണ്ടാക്കുന്ന അത്രയും ഇമ്പാക്റ്റ് ബോളിംഗ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മത്സരം ഒരു പക്ഷേ ഒരു നെക്ക് ടു നെക്കിലേക്കൊക്കെ പോയി എന്ന് വരാം. ഇനി നമ്മൾ രാജസ്ഥാൻ്റെ ഒരു സ്ക്വാഡിലേക്ക് വരാം. ഇപ്പോൾ സഞ്ജു ഇല്ലാത്ത രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെൻറ്റ് ടൈംസിലൊന്നും പ്രതീക്ഷിക്കാത്തൊരു ടാഗ് ലൈൻ ആയിരുന്നു സഞ്ജു അത്ര പെട്ടെന്ന് ടീം വിടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം മൃഗാൻ പരാഗാണ് വരുന്നത്. പരാഗിൻ്റെ ഒരു ക്യാപ്റ്റൻസിയുടെ കേസ് എന്ന് പറയുമ്പോൾ
കഴിഞ്ഞ സീസണിൽ കുറച്ച് മത്സരം സഞ്ജു ഇല്ലാത്തപ്പോൾ ക്യാപ്റ്റനായിട്ട് ഏറ്റെടുത്തിട്ടും കാര്യമായ ഒന്നും വിജയിക്കാൻ പറ്റില്ല. 2 മത്സരം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. വെറും 8 മത്സരങ്ങളോളം ക്യാപ്റ്റനായിട്ട് 2 വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു റെക്കോർഡല്ല ബേസിക്കലി. പക്ഷേ ആ ഒരു സ്ക്വാഡിൻ്റെ ബാറ്റിംഗ് നമുക്ക് നോക്കാം. ഇപ്പോൾ വൈഭവ് സൂര്യവംശി വെറും ഇന്ന് 15 വയസ്സ് തികഞ്ഞ അല്ലെങ്കിൽ 15 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിക്ക് അത്രത്തോളം ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ T20 അണ്ടർ-19 വേൾഡ് കപ്പിലൊക്കെ നമ്മളത് കണ്ടു. ഒപ്പം ജയ്സ്വാൾ ഉണ്ട്, ഹെറ്റ്മേറിനെ പോലുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാറ്റിംഗ് ഓർഡർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ സഞ്ജു ഇല്ലാത്തപ്പോൾ അതെങ്ങനെയായിരിക്കും അവർക്ക് കവറപ്പ് ചെയ്യാൻ സാധ്യത? അവർ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഞ്ജു പോയത് ഒരു പ്രശ്നമല്ല. നമ്മൾ പേപ്പർ നോക്കുമ്പോൾ അങ്ങനെയാണ്. അവർ സഞ്ജുവിനെ പറഞ്ഞു വിടാനല്ല, സഞ്ജു പോകുമെന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഓൾറെഡി 2 പേരുണ്ട്. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് ഒരുപാട് ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ടീമിൽ എത്തുന്നു ഉറപ്പായുള്ള ആളാണ്. വൈഭവ് സൂര്യവംശി ഉണ്ട്, മറ്റൊരാൾ യശസ്വി ജയ്സ്വാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ബാക്കപ്പ് ഓപ്പണേഴ്സാണ് ഇവർ. അപ്പോൾ ഈ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ അല്ലെങ്കിൽ അതേ യോഗ്യതയുള്ള 2 പേരാണ് യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും. എടങ്കയ്യൻ ആണ്, നല്ല കോമ്പിനേഷൻ ഉള്ള 2 പേരാണ്. പിന്നീട് നമ്മൾ വന്നു കഴിഞ്ഞാൽ റിയാൻ പരാഗ് ഉണ്ട്. റിയാൻ പരാഗിനെ നമ്മളിങ്ങനെ പലരും ക്യാപ്റ്റൻസിയെ കൊടുത്തതിന് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാറ്റിങ്ങിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തിയ ആളാണ്. അദ്ദേഹം കുറച്ച് കാലം ഒരു 2 സീസൺ മുന്നേ ഒക്കെ എങ്ങനെയാണ് രാജസ്ഥാൻ ടീമിൽ നിൽക്കുന്നത് എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഡൊമസ്റ്റിലൊക്കെ മികച്ച ഫോമിലൂടെയാണ് വന്നത്. കുറി ക്യാപ്റ്റൻസിയുടെ ഭാരമുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ, ഷിംറോൺ ഹെറ്റ്മേറെ ടോപ്പ് ഓർഡറിൽ കളിക്കണോ, പിന്നെ ഫിനിഷിംഗ് ഫിനിഷിംഗ് കളിച്ചിട്ട് രാജസ്ഥാൻ്റെ പ്രധാനപ്പെട്ട തോൽവികളുടെ കാരണം ഹെറ്റ്മേറുടെ മോശം ഫോമായിരുന്നു. പക്ഷേ ഹെറ്റ്മേർ വേൾഡ് കപ്പിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങിയിട്ട് അടിച്ച് തകർക്കുന്ന നമ്മൾ കണ്ടു. ഹെറ്റ്മേർ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷെ കുറച്ച് ബോൾ ഫേസ് ചെയ്താലും പിന്നീട് ഗിയർ മാറ്റി നല്ല രീതിയിൽ പിന്നും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ടാണ് കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഹെറ്റ്മേർ കണ്ടത്. പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു നിർണായക റോള് തന്നെ ഹെറ്റ്മേറാണ് വഹിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു നല്ല ഓപ്ഷനായിട്ടാണ്. പക്ഷേ അവരുടെ ലൈനപ്പ് എങ്ങനെ വരുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഋജുറയിലുണ്ട്, രവീന്ദ്ര ജഡേജ ഉണ്ട്. അപ്പോൾ ആരൊക്കെ ഫിനിഷിങ്ങിൽ വരും, ആരൊക്കെ മിഡിൽ ഓർഡർ വരും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. പിന്നീട് സംകറനായിരുന്നു ട്രേഡിൽ വന്ന്, സംകറിന് പരിക്ക് പറ്റി. അതിന് പകരം ഷനക വന്നിട്ടുണ്ട്. പിന്നെ ഡൊണോവൺ ഫെരേര ഉണ്ട്. ഡൊണോവൺ ഫെരേര ഈ പറഞ്ഞ പോലെ IPL ഇതുവരേക്കും അത്ര ഫോം ആകത്തോണ്ട് പലർക്കും അദ്ദേഹത്തെ അറിയണമെന്നില്ല. പക്ഷേ അദ്ദേഹം T20 ഭയങ്കര മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളാണ്. ബാറ്റും ബോളും ചെയ്യും. ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ എന്ന് വിളിക്കുന്ന പ്ലെയറാണ്. കുറച്ച് ബോളുകളിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നിങ്സുകൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ രാജസ്ഥാനിക്ക് വന്നത് കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഹെറ്റ്മേർ ഫോം ആയതുകൊണ്ട് കഴിഞ്ഞ സീസണേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മൾ പറയും. ഹെറ്റ്മേർ ഒരു കീ ആളാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ആകെ ഒരു ഓവർസീസ് ബാറ്ററേ ഉണ്ടായിരുന്നുള്ളൂ ഹെറ്റ്മേർ. അപ്പോൾ അത് രാജസ്ഥാൻ ചെയ്തൊരു അബദ്ധമായിരുന്നു. അപ്പോൾ ഹെറ്റ്മേർ ഫോമില്ലാതായതോടെ എന്ത് ചെയ്തു, പകരം ഒരാൾ പോലും ഇല്ല ബാറ്റിങ്ങിൽ. ബട്ട്ലറൊക്കെ അവർ കൈവിടുകയും ചെയ്തു. പിന്നെ ബൗളിങ്ങിലായിരുന്നു അവർ. നേരത്തെ ചെന്നൈ പറഞ്ഞ പോലെ വിദേശ താരങ്ങൾ മൊത്തം ബൗളിങ്ങിലായിരുന്നു. അപ്പോൾ ഹെറ്റ്മേറുടെ ഫോമില്ലായ്മയാണ് രാജസ്ഥാനെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. നിലനിർത്തി തന്നെ വലിയ അത്ഭുതത്തോടെയാണ് പലരും കണ്ടത് മിനി ലേലത്തിന് മുൻപായിട്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ആകെ മാറി. ആ ഒരു സാഹചര്യം തന്നെ മാറിയല്ലോ. പിന്നെ ബൗളിങ്ങും അത്യാവശ്യം സ്ട്രോങ് ആണ്. ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ ഓൾറെഡി ഉള്ള ആളാണ്. ജോഫ്ര ആർച്ചറും ഉള്ള ആളാണ്. പിന്നീട് നാന്ദ്രെ ബർഗർ, രവി ബിഷ്ണോയാണ്. ചഹലിനെ വിട്ടിട്ടാണ് ബിഷ്ണോയെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ പ്ലസ് ജഡേജയും കൂടി നമ്മൾ കൂട്ടണം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുണ്ട്. പിന്നെ റിസർവിൽ ചിലപ്പോൾ വിഘ്നേഷ് പുത്തൂരൊക്കെ ഇമ്പാക്ട് പ്ലെയറായി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാ മത്സരങ്ങളും ഏതായാലും വരില്ല. ചില മത്സരങ്ങളിൽ വിഘ്നേഷ് പുത്തൂരിനെ പോയ സീസണിലൊക്കെ പോലെ ഒരു സർപ്രൈസിങ് എൻട്രി ആയിട്ടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോം ഭയങ്കര ഘടകമായിരിക്കും തോന്നുന്നു. ആർച്ചറുടെ കേസ് നമ്മൾ ഒരു T20 വേൾഡ് കപ്പിൽ ആർച്ചർ അത്ര നല്ല ഫോമിലായിരുന്നില്ല. ചില മത്സരങ്ങൾ നന്നായി കളിക്കുന്നു, വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ എക്കണോമി മെയിൻറ്റെയിൻ ചെയ്യാം. പ്രത്യേകിച്ച് T20 ആകുമ്പോൾ റൺസ് കൺസീഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. പക്ഷേ ഇന്ത്യയോടൊക്കെ കളിച്ച മത്സരങ്ങൾ കണ്ടാണ് സഞ്ജു എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സഞ്ജു വേഴ്സസ് ആർച്ചർ T20 വേൾഡ് കപ്പിന് മുമ്പ് ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. അതായത് ആർച്ചറിന് മുമ്പിൽ സഞ്ജു ഒന്നുമല്ലാതായിരുന്നൊരു കാലം നമ്മൾ കണ്ടതാണ്. പല മത്സരങ്ങളിലും അത് വീണ്ടും വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു മത്സരത്തിൽ സഞ്ജു ഡോമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് വീണ്ടും അതൊരു ഫേസ് ഓഫ് വരാൻ പോവാണ്, സഞ്ജു വേഴ്സസ് ആർച്ചർ. അതെങ്ങനെയായിരിക്കും ഒരു സാധ്യതകൾ? എനിക്കൊന്ന് ആ ഒരു ആർച്ചറുടെ ഒരു ട്രാപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ലെഗ് സൈഡിൽ ഷോർട്ട് ബോളറിനെ പിടിക്കുക. ആ ട്രാപ്പൊക്കെ സഞ്ജു മറികടന്ന ആളാണ്. പക്ഷേ എന്നാലും ഇത് T20 ആണ്. ചിലപ്പോൾ ആർച്ചറുടെ ബോളിൽ മറ്റേതെങ്കിലും രീതിയിൽ വിക്കറ്റ് വരാമെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ആർച്ചർ ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് ആർച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ബോളറായിരുന്നു. ഒരു സീസണിൽ എനിക്ക് ഓർമ്മ രാജസ്ഥാനിൽ അതിഗംഭീരമായി എറിഞ്ഞിരുന്ന ഒരാളായിരുന്നു സഞ്ജു ഒക്കെ ഉള്ള ഒരു ടൈമിൽ, കോവിഡ് കാലത്തുള്ള. പിന്നീട് അത് ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെ. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ ഇഞ്ചുറികളാണ് നിരന്തരം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേസിനെ ബാധിച്ചു. പിന്നീട് ഒരിക്കലും ആ ഒരു പോയ കാലത്ത് ആർച്ചറെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 2019 ആഷസിലൊക്കെ കണ്ട ഒരു ആർച്ചറുണ്ട്. സ്റ്റീവ് സ്മിത്തിനൊക്കെ എതിരെ എറിയുന്ന
ആർച്ചറുണ്ട്. ആർച്ചർ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹം ഒരു മിനിമം കൺസിസ്റ്റൻസി ഉള്ള ആളാണ്. ചില മത്സരങ്ങളിൽ തല്ല് വാങ്ങും, ചില മത്സരങ്ങളിൽ പിന്നെ നന്നായി പെർഫോം ചെയ്യും. ഇപ്പോൾ T20 ലോകകപ്പിൽ എങ്ങനെയായിരുന്നു, ചില മത്സരങ്ങളിൽ നന്നായി വിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ആകത്തുക നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാനും പറ്റാത്ത സാഹചര്യമാണ്. പിന്നീട് ആർച്ചർ എന്താ വെച്ചാൽ ആർച്ചർ ബാറ്റിങ്ങിൽ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒരു 5 ബോളൊക്കെ നിന്ന് ചിലപ്പോൾ ഒരു 20 റൺസൊക്കെ എടുത്തേക്കാം എന്നുള്ളതാണ്. അതൊരു ബാറ്റിങ്ങിനും ഒരു ഡെപ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ കേസ് നമ്മൾ സംസാരിക്കുമ്പം സഞ്ജു വേഴ്സസ് രാജസ്ഥാൻ എന്നുള്ള ആ ഒരു പിക്ചറിൽ അതിലപ്പുറത്തേക്ക് സഞ്ജുവിന് കുറേയൊക്കെ പ്രൂവ് ചെയ്യാനുള്ള, സഞ്ജുവിൻ്റെ വേർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഒരു IPL കൂടിയാണ്. കാരണം ആൾ കഷ്ടപ്പെട്ട ടീമിനെ 2024 ഫൈനലിലേക്ക് എത്തിക്കുന്നു. പിന്നെ ആ ഒരു ടീമിനെ, രാജസ്ഥാൻ എന്ന ടീമിനെ ബേസിക്കലി സഞ്ജു ക്യാരി ചെയ്ത് നമ്മൾ ഇത്രയും കാലം കണ്ടതാണ്. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞൊരു T20 വേൾഡ് കപ്പിലെ ഹീറോ ആയിട്ട് വരുമ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും സഞ്ജുവിൻ്റെ മേലുണ്ട്. പുതിയൊരു ഫ്രാഞ്ചൈസ്, പുതിയൊരു ഓപ്ഷൻ, നായകനൊന്നും അല്ലാത്തൊരു സീസൺ, ഒരു ബാറ്റർ എന്ന നിലക്ക് സഞ്ജുവിന് കിട്ടേണ്ട ഓപ്പണിംഗ് പൊസിഷൻ എല്ലാം കിട്ടിയിരിക്കുന്നു. അപ്പം സഞ്ജുവിന് ആ ഒരു പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം ഫ്രം ദ ബിഗിനിങ്, ഫസ്റ്റ് മാച്ച് മുതലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഉണ്ട്. കാരണം വെച്ചാൽ ഇത് സഞ്ജു T20 ലോകകപ്പിൽ ഫോം ആയത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഭാരം കുറച്ചു എന്നുള്ളതാണ്. അദ്ദേഹം T20 ലോകകപ്പിൽ കൂടി ഫോം ആയില്ലെങ്കിൽ ഇതെന്തായാലും ഫസ്റ്റ് മത്സരം തൊട്ട് തന്നെ ഫോം ആവേണ്ടി വരും. അല്ലെങ്കിൽ വൻ വിമർശനങ്ങളായിരിക്കും. ഇത്രയും വലിയ ട്രേഡ് നടത്തി ജഡേജയെ കൊടുത്തു, ഒരുപാട് വിമർശനങ്ങളുണ്ടാവും. അപ്പോൾ T20 വേൾഡ് കപ്പിൽ ഒരു ഹീറോയായി നിൽക്കുന്നുണ്ട് തന്നെ കുറച്ച് മത്സരങ്ങളൊക്കെ അങ്ങനെ ഒരു ആരാധകരും തന്നെ ഇതായിരിക്കും. കാരണം ഓൾറെഡി ഹീറോയാണ്, അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തെളിയിച്ചു. സഞ്ജുവിനും കുറച്ചുകൂടി കൂളായിട്ട് ബാറ്റും ചെയ്യാം. അങ്ങനെ ഭയങ്കര ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് പിന്നെ സ്ഥാനം കിട്ടണമെങ്കിൽ IPL ഭയങ്കരമായി പെർഫോം ചെയ്യണം എന്നുള്ള സമ്മർദ്ദമൊന്നുമില്ല. അപ്പോൾ സഞ്ജുവിനും അത് എന്താ പറയുക കൂളായി കളിക്കാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു. ക്യാപ്റ്റൻസിയും കൊടുക്കാത്ത അതുകൊണ്ട് തന്നെ ആയിരിക്കും. വരുമ്പോൾ തന്നെ എല്ലാ ഭാരങ്ങളും കൂടിയും കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഏതൊരു നാഷണൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും ധോണിയുടെ നാച്ചുറൽ സക്സസർ എന്നുള്ള രീതിയിലാണ് പിന്നെ സഞ്ജുവിനെ ആഘോഷിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ചെന്നൈയുടെ കീപ്പിംഗ് സഞ്ജു ചിലപ്പോൾ ഫീൽഡിൽ കാണാനാണ് സാധ്യത. ധോണിയുണ്ട്, ഭയങ്കര കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. വേറെയും ഒരുപാട് വിക്കറ്റ് കീപ്പർമാർ, കാർത്തിക് ശർമ്മ, ഉർവിൽ പട്ടേലിനെ പോലുള്ള ആളുകളുണ്ട്. ഈ സർഫറാസ് ഖാനും വേണ്ടി വന്നാൽ കീപ്പർ നിൽക്കുന്ന ആളാണ്. 4-5 വിക്കറ്റ് കീപ്പർമാരുണ്ട്. സർഫറാസിനെ പോലെ തന്നെ ഋതുരാജും ഡൊമസ്റ്റിക്കിൽ ചില സമയങ്ങളിൽ ഗ്ലൗസ് എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിക്കറ്റ് കീപ്പേഴ്സ് ഉള്ള ഒരു സ്ക്വാഡാണ് കളിക്കുന്നത്. ധോണിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് അദ്ദേഹം തന്നെ തീരുമാനം എടുക്കുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ കളിക്കണം, ഇമ്പാക്ട് പ്ലെയറായി വരണോ, കീപ്പിങ്ങിൽ തുടരണോ എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര പിന്നെ ചർച്ച ഉണ്ടാവും. അല്ലെങ്കിലായിരിക്കും സഞ്ജു വരിക. അപ്പോൾ സഞ്ജുവിനെ ഫീൽഡിൽ കാണാൻ തന്നെയാണ് സാധ്യത നമുക്ക് തോന്നുന്നു. ഇപ്പോൾ ധോണി കീപ്പ് ചെയ്യാൻ, സഞ്ജു ഫീൽഡ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതാണ് പലർക്കും കാണുന്നത്. കാരണം സഞ്ജുവിനെ നല്ലൊരു ഫീൽഡറായിട്ട് നമ്മൾ പല മത്സരങ്ങളിൽ രാജസ്ഥാനിലൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ബട്ട്ലർ കീപ്പ് ചെയ്യുമ്പോൾ സഞ്ജു ഫീൽഡിൽ കളിക്കുന്നത്. അപ്പം ധോണിയുടെ ഒരു റോള്, ധോണി എത്രയും കാലം CSK നിലനിർത്തുക തന്നെ നല്ലൊരു സക്സസർ വരുമ്പോൾ ആ ഒരു സ്ഥാനം മൊത്തത്തിൽ കൈമാറാൻ എന്നുള്ളതാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ വരവ് ധോണിയുടെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ഒരു സാധ്യതകൾ, ഒരു പക്ഷേ ആ ഒരു അവസാന സീസൺ ആവാനുള്ള സാധ്യതകളുണ്ടോ? നമ്മൾ എല്ലാ സീസണും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സീസണോട് കൂടി ധോണിയുടെ അവസാന സീസൺ ഇതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഒരു ചർച്ച ചെയ്യുന്നതാണ്. ഈ സീസണും അങ്ങനെ തന്നെയായിരിക്കും. 44 വയസ്സെങ്ങാനുമായി ധോണിക്ക്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അത്ര ഫിറ്റ്നസ് ആണെന്ന് പറയുമ്പോഴും എത്രത്തോളം ഗ്രൗണ്ടിൽ നിൽക്കും എന്നുള്ള കാര്യം ഒരു സംശയമാണ്. ഈ സീസണിലും എനിക്ക് തോന്നുന്നില്ല മുഴുവൻ മത്സരങ്ങളിലും ധോണിയുടെ ഒരു സാന്നിധ്യം CSKക്ക് ലഭിക്കുമെന്ന്. കാരണം അത്രയും മികച്ച ഒരു ടീം അവർക്കുണ്ട്, ബാറ്റിംഗ് കോർ ടീമുണ്ട്, ഏത് പൊസിഷനിലും നിർത്താൻ പറ്റിയ കളിക്കാരുണ്ട്. അപ്പം ഈ സീസൺ സഞ്ജുവിൻ്റെ വരവോടുകൂടി ഈ സീസൺ ഒരു ധോണി ഒരു റിട്ടയർമെൻറ്റ് മോഡിൽ കളിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലായിരിക്കും അവരും പ്ലാൻ ചെയ്തിട്ടുണ്ടാകുക. CSK ഒരു കിരീടം നേടിയിട്ട് ധോണിക്ക് ഒരു യാത്രയപ്പ് നൽകാമെന്നായിരിക്കും അവരുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ രീതിയിൽ ഈ സീസൺ അവർ അങ്ങനെ ഒരു മികച്ച ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ സീസണിൽ എന്തായാലും കിരീടം നേടിക്കൊണ്ട് ധോണിക്ക് ഒരു യാത്രയപ്പ് നൽകാമെന്നുള്ള രീതിയിലാണ്.